വയനാട് ഉരുൾപൊട്ടൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനുള്ള മെമ്മോറാണ്ടം തയ്യാറായതായി റവന്യൂ മന്ത്രി കെ രാജൻ. 2 ദിവസത്തിനകം ഇത് കൈമാറാനാകുമെന്നും മന്ത്രി അറിയിച്ചു. തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. താൽക്കാലിക പുനരധിവാസം ഈ മാസം 30-ന് മുമ്പ് പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മേപ്പാടി ഉരുൾപൊട്ടലിലെ നാശനഷ്ടം, പുനരധിവാസം എന്നിവ സംബന്ധിച്ചുള്ള വിശദമായ മെമ്മോറാണ്ടം തയ്യാറായതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. 2 ദിവസത്തിനകം ഇത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന് സമർപ്പിക്കും. ഓൾറെഡി നമ്മുടെ കയ്യിൽ തയ്യാറാണ്. ഇനിയിപ്പോൾ അതുമ്മ ഒരു സാങ്കേതിക പ്രശ്നമേ ഉള്ളൂ. ഈ ഡീറ്റെയിൽ മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ആക്ച്വൽ കണക്കാണ്. അതിൽ STRF പ്രകാരം ഇത്ര, പിന്നെ അതിൻ്റെ ആക്ച്വൽ കണക്ക് ഇത്ര, അടക്കം നഷ്ടത്തിൻ്റെ കണക്ക് ഇത്ര എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്ററാണ് മെമ്മോറാണ്ടം. അത് തയ്യാറായി കഴിഞ്ഞു. ഞങ്ങളെല്ലാം കണ്ട് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടതാണ്. ഈ ആഴ്ച നാളെയോ മറ്റന്നാളോ ആയിട്ട് കൊടുക്കും. താൽക്കാലിക പുനരധിവാസം ഈ മാസം 30-ന് മുമ്പ് പൂർത്തിയാകും. 4 ക്യാമ്പുകളിലായി 35 കുടുംബങ്ങൾ മാത്രമാണ് കഴിയുന്നത്. വെള്ളിയാഴ്ച 19 കുടുംബങ്ങൾ കൂടി മടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. താൽക്കാലിക പുനരധിവാസക്കാരുടെ പ്രശ്നപരിഹാരത്തിന് കളക്ടറേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങി. തെരച്ചിൽ നിർത്തിയിട്ടില്ലെന്നും വിവിധ സേനകളുടെ നേതൃത്വത്തിൽ പരിശോധന തുടരുന്നതായും കെ രാജൻ പറഞ്ഞു. ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറാണ്. നാളെ മുതൽ അത് പ്രവർത്തനം ആരംഭിക്കും. ആ ഹെൽപ്പ് ഡെസ്കിൽ പരമാവധി വർക്കിംഗ് ഡേയിൽ ഞങ്ങൾ 24 മണിക്കൂർ വേണം എന്നാലോചിക്കുന്നുണ്ട്. പരമാവധി വേഗത്തിൽ അതിനുകൂടി ആളെ നിശ്ചയിക്കാം. എന്തായാലും വർക്കിംഗ് ഡേയിൽ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെ മാറിപ്പോകേണ്ടി വന്ന താൽക്കാലിക പുനരധിവാസക്കാർക്ക് അവരുടെ മനസ്സിലുള്ള ഏതെങ്കിലും പുകടിയുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ നടപടിക്രമങ്ങൾ വളരെ വൃത്തിയോടെ, വളരെ കൃത്യതയോടുകൂടി നമുക്ക് ചെയ്യാൻ നമുക്കെല്ലാവർക്കും കൂടി സാധ്യമായിട്ടുണ്ട്. സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മുൻഗണനാക്രമത്തിലാണ്. സ്ഥിരം പുനരധിവാസം ദുരന്തബാധിതരെ സമഗ്രമായി ഉൾക്കൊണ്ട് നടപ്പാക്കുമെന്നും ഇതിന് സർവകക്ഷി പിന്തുണ ഉറപ്പാക്കുമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, വയനാട്.